ഹായ് ഹലോ. അപ്പം നമ്മൾ മൂന്നാളും കൂടി വരിക്കാശ്ശേരി മന കാണാൻ പോവാട്ടാ. ഇന്ന് സൺഡേയും കൂടിയാണ്. ഞാനായിട്ട് മുന്നേ വന്നിട്ടുണ്ട്. തുമ്പിനെ ആദ്യമായിട്ടാ കൊണ്ടുവരുന്നത്. നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് വരിക്കാശ്ശേരി മനയ്ക്ക് കയറുകട്ടാ. ഈ പ്രാവശ്യം വന്നപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷെ ഈ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ. സൺഡേയും കൂടി അല്ലേ, അതുകൊണ്ടാവും ഇത്ര തിരക്ക് എന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഈ പ്രാവശ്യം വന്നപ്പോൾ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സുഖത്തിൽ ഇരിക്കാൻ പറ്റിയിട്ട, നല്ല തണവുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില്. കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങളത് ഉള്ളിലേക്ക് ഉള്ളിൽ കയറിയിട്ട് എല്ലാ ഭാഗങ്ങളും തുമ്പിക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ട കാരണം വലിയ അതിശയം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം അരി ആട്ടാന്ന് വിചാരിച്ചു. അരി ആട്ടാൻ നോക്കിയപ്പോഴാണ് ആ കുഴ പോലും പിടിക്കാനാവാതെ എനിക്കില്ല. അരി ആട്ടലൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മോളെ എവിടെയൊക്കെ തപ്പി പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഭാഗത്ത് ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കിണറിന്റെ അവിടേക്കാട്ടാ പോയത്. പണ്ടൊക്കെ സിനിമയിൽ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു കിണറിന്റെ അവിടെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുട്ടാ. കഴിഞ്ഞിട്ട് ഒന്നും കൂടി കറങ്ങാന്ന് വിചാരിച്ചു. കറങ്ങി വന്നപ്പോ എവിടെ പോയാലും പുറത്തേക്കുള്ള ഓരോ വാതിലുകളാട്ടാ കാണുന്നത്. വരിക്കാശ്ശേരി മന എനിക്ക് എന്നും സ്പെഷ്യൽ ആട്ടാ. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചത് ഈ വരിക്കാശ്ശേരി മനയ്ക്ക് വന്ന ശേഷം. അതിന് മുന്നേ ഞാൻ വരിക്കാശ്ശേരി മനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. ആ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത വീഡിയോ എനിക്ക് അറിയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഫസ്റ്റ് ടൈം ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്തിരി സ്പെഷ്യൽ ആണ് ഈ വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞത്. എഡിറ്റിങ്, ഫസ്റ്റ് വീഡിയോ, അതൊക്കെ നമുക്ക് സ്പെഷ്യൽ അല്ല. ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആണ്. ഈ ഒരു കസാരയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനും മോള് നല്ല തല്ലായിരുന്നു കേട്ടോ. അവിടെ കരച്ചിലും പിടിച്ചില്ല കേട്ടോ അപ്പൊ കണ്ടത്. വരിക്കാശ്ശേരി മനയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് കയറാന്ന് വിചാരിച്ചു. ചെല്ലുമ്പോൾ തന്നെ അവിടെ സെറ്റും മുണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഈ ഒരു ബിൽഡിങ്ങും വരിക്കാശ്ശേരി മനം കൂടിയിട്ട് എന്താ ഒരു ബന്ധമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിന്നിട്ടുള്ള ആ വ്യൂ അടിപൊളിയാണ്. അങ്ങനെ അതിന്റെ മേലെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ 2-3 ഫോട്ടോസ് എടുത്തോട്ടോ. എന്തായാലും വന്നതല്ലേ. മുമ്പിക്ക് ചെറിയൊരു ഉറക്കമത്തുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരു വാശിയായിരുന്നു നേരത്തെ കണ്ടത്. ഇപ്പൊ സെറ്റ് ആയിട്ടാ. തൊട്ടപ്പുറത്ത് കുളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുളം കാണാൻ പോവായിരുന്നു. വരിക്കാശ്ശേരി മന അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ 6-ാം തമ്പുരാനൊക്കെ ഇല്ലാത്ത ഷൂട്ട് ചെയ്ത സ്ഥലാട്ടാ. തൊട്ടപ്പുറത്ത് ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നു. ബൈ.